സൂപ്പർ സ്റ്റാർ. അടുത്ത മോഹൻലാലിനും മമ്മൂട്ടിക്കും ശേഷം വരാൻ പോകുന്ന അടുത്ത സൂപ്പർ സ്റ്റാർ ജാക്കോബിനാണ്. യാതൊരു സംശയമില്ല. ഗംഭീര പടം. ക്ലൈമാക്സ് കണ്ട കോരി തരും. നല്ല ഗംഭീര ഇഷ്ടപ്പെട്ടോ? നല്ല ഡയറക്ഷൻ. പോലീസ് സ്റ്റോറികൾക്ക് കുറേ സ്റ്റോറികൾ വന്നിട്ടുണ്ട്. വ്യത്യസ്തമായിട്ട് പോലീസ് സ്റ്റോറികൾ കാണാൻ വളരെ വ്യത്യസ്തമായിട്ട് പിന്നെ ഷായിഖിനെ കുറിച്ചൊന്നും പറയണ്ടല്ലോ. ഞാൻ വെറൈറ്റി ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. സാധാരണ പോലീസ് സ്റ്റോറിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല ക്ലൈമാക്സ്, എല്ലാ പരിപാടിയും ഓക്കെ, എല്ലാം സെറ്റാണ്. പെർഫോമൻസ് എല്ലാവരും അടിപൊളിയായിട്ട്. കൂടുതലും നമുക്ക് പുതിയ ആക്ടേഴ്സ് കുറേ പേരുണ്ട്. അവരെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തത്. പിന്നെ ചാക്കോച്ചൻ, ലിജോമോളെല്ലാം നല്ല കിട്ടുന്ന പെർഫോമൻസ് ആണ്. ചാക്കോച്ചൻ ഒരു അവാർഡ് ഉറപ്പാണ്. പിന്നെ ഷായിഖിന്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലെങ്കിലും പോലീസ് സ്റ്റോറി തന്നെ ഒരു വെറൈറ്റി പരിപാടിയായിട്ട് പിടിച്ച് നല്ല ക്ലൈമാക്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത്, പിന്നെ നമ്മുടെ ഡയറക്ടർ അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല, നല്ല വൃത്തിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അശ്വൻ ഗോക്കിന്റെ റിവ്യൂ ആണ്. പെർഫോമൻസ് ചാക്കോച്ചനൊക്കെ പൊളിച്ചു നന്നായിട്ട്. ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ അടുത്തത് എന്താകും എന്നുള്ളൊരു ആകാംക്ഷയിലാണ് കണ്ടിറങ്ങുമ്പോൾ. ഇൻവെസ്റ്റിഗേഷനാണ്. ഗംഭീരമാണ്. എല്ലാവരും കാണാം. മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്യും. എല്ലാവരും അടിപൊളി. നല്ല ഡയറക്ഷൻ, നല്ല സ്ക്രിപ്റ്റ്, അടിപൊളി പടം. നല്ല എൻഗേജിങ്. ചാക്കോച്ചൻ എങ്ങനെയുണ്ട്? ഗംഭീര പെർഫോമൻസ്. കട്ട ഫാനായി ചാക്കോച്ചൻ്റെ. അത്ര പെർഫോമൻസ് ഗംഭീര. ഒരു അവാർഡ് മിക്കവാറും കൂടി തൂക്കും. അവാർഡ് ഉറപ്പിക്കാനുള്ള പെർഫോമൻസ്. അമ്മാതിരി പെർഫോമൻസ്. ഷായി കബീർ റൈറ്റിംഗ്. ഷായി ഓഫ് കോഴ്സ് അറിയാലോ. ഷായി ഓരോ പടം കഴിയുന്നവരും പുള്ളി ഇങ്ങനെ നമ്മളെ ഫാനാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി. പെർഫോമൻസ് എങ്ങനെയുണ്ട്? സ്റ്റോറി വൈസ് നോക്കുമ്പോൾ നല്ലൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. കാണാത്ത ടൈപ്പ് ഒരു യൂഷ്വൽ പോലീസ് സ്റ്റോറിയാണോ? അല്ല, ഇത് കുറച്ച് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ചെറിയ റെഫറൻസ് അത് നല്ല ബ്ലഡായി. എങ്ങനെയുണ്ടായിരുന്നു ചാക്കോച്ചൻ്റെ പ്രകടനമൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസസ്? എല്ലാവരും അടിപൊളിയായിരുന്നു. ചാക്കോച്ചൻ്റെ നല്ല നൈസ് പെർഫോമൻസ് ആയിരുന്നു. സംഭവം സ്റ്റോറി ഒരു മൺചിത്രത്താഴിൻ്റെ ഒരു ചെറിയ റെഫറൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. അതുപോലെ സൈക്കോളജിക്കലി നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് പോകുന്നത് ഒരു മിസ്റ്ററി ത്രില്ലർ, പിന്നെ ഒരു സൈക്കോളജിക്കലി ആ ഒരു മെയിൻ ക്യാരക്ടർ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അത് കാണിക്കുന്നുണ്ട്. ഒരു പക്ക ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണോ ചിത്രം? പക്ക ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മാത്രമല്ല, അത് ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ കൂടി മിക്സാക്കിയ ഒരു രീതിയിലാണ്. അപ്പോൾ പടം ആദ്യം തൊട്ട് അവസാനം വരെ നല്ല രീതിയിൽ ടെൻഷൻ നമ്മൾ പഠിക്കുന്നത്.